തൊണ്ണൂറുകളിലെ കല്യാണ വീട് ആഘോഷമാക്കി മാറ്റിയ ആ ശബ്ദം, അതെ, ഇന്ത്യൻ പോപ്പ് സംഗീതത്തിന്റെ ആ പഴയ സുൽത്താൻ, യെസ്, നമ്മുടെ ദലാർ മെഹന്തി. പണ്ട് ഈ ഒരു ബല്ലേ ബല്ലേ അല്ലെങ്കിൽ ആ തുണുക്കില്ലാതെ ഒരു പാർട്ടി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അല്ലേ. ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു ആദ്യകാലം എന്ന് പറയാം, അതായത് 2000-ക്ക് മുമ്പ്, അതായത് വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു മ്യൂസിക് വീഡിയോ ഇദ്ദേഹത്തിന്റെ ആയിരുന്നു. അതുപോലെ തന്നെ 90കളിൽ ഏറ്റവും കൂടുതൽ കാസറ്റ് സെയിലായ പോപ്പ് സിംഗേഴ്സിൽ ഒരാളാണ് ദലാർ മെഹന്തി. ആ തുനുക്ക് എന്ന് പറഞ്ഞ ആൽബം ആ കാലത്ത് എന്താ പറയാ, പൂർണ്ണമായിട്ടും ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോകളിൽ ഒന്നായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, നായകൻ തന്നെ അല്ലെങ്കിൽ ഗായകൻ തന്നെ 4 വേഷത്തിൽ വന്ന് ഒരു പാട്ടില് പ്രത്യക്ഷപ്പെടണം. അതായത് ആ കാലത്ത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. 1995 മുതൽ 98 വരെയാണ് ഈ ആൽബങ്ങളെല്ലാം പുറത്തിറങ്ങിയത്. ജവഹർ വാട്ടാൽ ഈ ആൽബത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ദലാർ മെഹന്തിയുടെ ഒട്ടുമിക്ക ഹിറ്റുകൾക്കും പിന്നിൽ ഇദ്ദേഹമായിരുന്നു. 1995 ബോലോ താരാര ഇദ്ദേഹത്തിന്റെ ആദ്യ ആൽബം. ഇത് ഇന്ത്യയുടെ ഒരു റെക്കോർഡ് വിജയമായിരുന്നു. ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഈ ആൽബം വിറ്റഴിക്കപ്പെട്ടത്. 1996 ദർദി റബ്ബ് റബ്ബ്. 1997 ഹോ ഗയി തെര ബല്ലെ ബല്ലെ. 1998 തുനുക് തുനുക് തുനുക്. ദലാർ മെഹന്തി എന്ന ഗായകനെ ലോകപ്രശസ്തനാക്കിയ ഈ ആൽബമാണ്. ഇതിലെ മ്യൂസിക് വീഡിയോ അക്കാലത്ത് ഏറ്റവും ചെലവേറിയ ഒന്നായിരുന്നു. ഇതിനു പുറമെ 10ഓളം പ്രധാന സ്റ്റുഡിയോ ആൽബം ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. 90കളുടെ അവസാനം വരെ ഇന്ത്യ പോപ്പ് തരംഗമായിരുന്നു. എന്നാൽ 2000കളുടെ തുടക്കത്തിൽ ബോളിവുഡ് സിനിമകൾ ഈ പോപ്പ് ശൈലി ഏറ്റെടുക്കാൻ തുടങ്ങി. അതോടെ ദലാർ മെഹന്തി പോലെയുള്ള സ്വതന്ത്ര ഗായകരുടെ മാർക്കറ്റ് കുറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ മങ്ങലേൽപ്പിച്ചത് സംഗീതത്തെക്കാൾ ഉപരി വന്ന ചില നിയമപരമായ പ്രശ്നങ്ങളാണ്. 2003 മനുഷ്യക്കടത്ത് കേസ്. വിദേശ ഷോയ്ക്ക് പോകുമ്പോൾ ആളുകൾ ഇല്ലീഗലായി കടത്തി വിദേശത്ത് എത്തിച്ചു എന്നായിരുന്നു കേസ്. ഈ കേസിന് ഇദ്ദേഹം പബ്ലിക് ഇമേജ് വല്ലാതെ ബാധിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2018 പട്യാല കോടതി ദലാർ മെഹന്തിക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇന്നും ഒരു പാർട്ടിയോ ഗാനമേളയോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് ഈ ദലാർ മെഹന്തിയുടെ പാട്ട് കേൾക്കാൻ നേരത്തെ ഒരു പ്രത്യേക ആവേശം തന്നെയല്ലേ. അതായത് വിവാദങ്ങൾക്ക് അപ്പുറം എന്താ പറയുക, ഈ ദലാർ മെഹന്തി എന്ന ഗായകൻ നമ്മുടെ നൊസ്റ്റാൾജിയയിൽ എന്നും ഉണ്ടല്ലേ. അതായത് 90കൾ ജനിച്ചവർക്ക് ഈ ദലാർ മെഹന്തി എന്ന പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ആവേശം തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. ബൈ.